ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് റെഡിയാക്കാനായിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊന്ന് ചെറുതായിട്ടേ ചതച്ചെടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് കട്ട്ലറ്റ് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ ചിക്കൻ പീസ് കിട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല രീതിയിൽ ചതച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റിന് വേണ്ട മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ബോൾ പരുവത്തിൽ ഫുള്ളായിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഈ രീതിയിലൊരു ബോൾ പരുവാക്കി എടുക്കുക. ഇനി നമുക്ക് അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ചെറിയ ചെറിയ ചപ്പാത്തിയുടെ ബോൾ പോലെ ആക്കിയിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് 2 കൈയും കൂടെ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ബ്രെഡ് ചൂടാക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ മുകളിലൂടെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. പിന്നെ നമ്മൾ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റിൻ്റെ മസാല ഓരോന്നായിട്ടെടുത്ത് ബീറ്റ് ചെയ്തിരിക്കുന്ന എഗ്ഗിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് അതിൽ നിന്നെടുത്ത് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഇത് മുക്കിപ്പൊരിക്കാൻ ആവശ്യമുള്ള അത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റിൻ്റെ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് ആ ഓയിലിൻ്റെ ചൂട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. കാരണം നമ്മൾ ഇതിൽ ഉള്ളിലുള്ള മസാലയെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തതാണ്. അപ്പോൾ പുറത്തുള്ള ആ ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് ബ്രൗൺ കളർ ആയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു, ബൈ ബൈ.